ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത് ഷഫീസ് സർ നയിക്കുന്ന നമ്മുടെ ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലോട്ടാണ്. നമ്മളെല്ലാവരും ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഏറ്റവും നല്ലൊരു പ്രോഗ്രാമിലാണ് എത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ബിസിനസ് ഓണേഴ്സ് ആണ്. നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതുതായി നമുക്ക് പല കാര്യങ്ങളും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്തിട്ട് പുറകോട്ട് നോക്കുമ്പോൾ ശൂന്യമായിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്, നമ്മുടെ ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, നമ്മുടെ ഓരോ ചിന്തകളും വിലപ്പെട്ടതാണ്. അതെങ്ങനെ ചിന്തിക്കണം, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമുക്ക് എങ്ങനെ എല്ലാ രീതിയിലും ബെറ്റർ ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബിസിനസ് മാൻ ഓർ വുമൺ എന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകാം എന്നുള്ള ക്ലാസ്സുകളാണ് ഷാഫി സാറ് നമുക്ക് എടുത്തു തരുന്നത്. ഇന്ന് മൂന്നാമത്തെ സെഷനാണ് എടുക്കുന്നത്. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നിങ്ങളെല്ലാവരെയും നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇനി ഷാഫി സാറിനെ നമുക്ക് നമ്മൾ ഒരുപാട് കാത്തിരുന്ന സെഷനാണ്. തേർഡ് സെഷൻ എന്താണ് സാർ നമുക്ക് ഇന്ന് കരുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ സർ, വളരെയധികം സന്തോഷത്തോടു കൂടി സാറിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. വെൽക്കം സർ. ഓക്കെ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമസ്കാരം. എന്റെ ഓഡിയോ കറക്റ്റ് ആണോ? സൗണ്ട് കറക്റ്റ് ആണോ ഷബന? യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോരോ സെഷനാണ് നമ്മൾ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ബിസിനസ് പറയുന്നത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ബിസിനസ് നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റ് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി ആ പ്രോഫിറ്റ് നമ്മൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മളൊരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക്, ഒരു ബിസിനസ് സംരംഭകൻ അല്ലെങ്കിൽ സംരംഭക എന്നുള്ള നിലക്ക് നമ്മൾ ജീവിതത്തിൽ പുലർത്തി പോകേണ്ട കാര്യങ്ങൾ, ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ഒരു ഫൗണ്ടേഷൻ അടിപൊളിയായിട്ട് നമുക്ക് വേണം. ആ ഫൗണ്ടേഷനിൽ നമ്മൾ വളരെ സ്ട്രോങ് ആക്കി നിർത്തിയാൽ മാത്രമാണ് ആ ഒരു ബിൽഡിംഗ് നല്ല കറക്റ്റായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ അതിന്റെ സ്ട്രോങ് ഫൗണ്ടേഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 4 കാര്യങ്ങൾ മുറുകെ പിടിച്ച് പോകണമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തു പീസ് ഓഫ് മൈൻഡ്. സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്, ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തൊരു കാര്യമില്ല. അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ശരീരം നമ്മളോട് പാകപ്പെടേണ്ടതുണ്ട്, നമ്മുടെ ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട്, അസുഖങ്ങളിൽ നിന്ന് മോചനം വരുത്തേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കാതിരിക്കലാണ്, ആവശ്യമുള്ള ഫുഡ് മാത്രം കഴിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പഠിച്ചു. ഫിസിക്കൽ റെക്കഗ്നേഷൻ സൊസൈറ്റി, സമൂഹത്തിൽ നമുക്ക് കള്ള് കഞ്ചാവ് മയക്കുമരുന്നും ഒക്കെ വിറ്റിട്ടും പണം ഉണ്ടാക്കിയാൽ നമുക്ക് യാതൊരു വിധ നിലയും വിലയും ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന പണം, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്കുള്ളത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് കൂടി നമ്മളത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, നിങ്ങൾക്ക് സമാധാനമില്ല, ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല, റെക്കഗ്നൈസ് സൊസൈറ്റി ഇല്ല, എന്നാലും നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഫിറ്റ് നമുക്ക് ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ട്, അതായത് നമ്മൾ അച്ചടക്കമില്ലാത്തത് കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ അച്ചടക്കമില്ലാത്തത് കൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോകാൻ, നമ്മളെ ബിസിനസ് നഷ്ടപ്പെട്ടു പോകാൻ, നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ കടത്തിലേക്ക് തള്ളിവിടാൻ, ആത്മഹത്യയുടെ വക്കിലേക്ക് പോകാൻ, നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന മാരകമായിട്ടുള്ള ഒരു പ്രയാസം നമ്മളിലേക്ക് എത്തുന്നതാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമുക്കിന്ന് കൃത്യമായിട്ട് ഈ കാര്യം കൃത്യമായിട്ട് നമുക്കിന്ന് പഠിക്കാം. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ബിസിനസ്സുകാർ, പ്ലീസ് മ്യൂട്ട് ശബന. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വളരെ അച്ചടക്കം പാലിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ മൈക്കിലൊന്നും അമർത്താതെ കളിക്കാതെ നമ്മൾ എപ്പോഴും മ്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അച്ചടക്കം പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമാധാനത്തിലാവട്ടെ, ഫിസിക്കൽ ഫിറ്റ്നസിലാവട്ടെ, റെക്കഗ്നൈസേഷൻ സൊസൈറ്റിയിലാവട്ടെ, ഇപ്പൊ പറയുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ അച്ചടക്കമാണ് പാലിക്കുന്നത്.
ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ അച്ചടക്കം പാലിച്ചാലാണ് നമ്മൾ വലിയ വിജയങ്ങളിലേക്ക് എത്തുക. ആ വലിയ വിജയത്തിന്റെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലെ അച്ചടക്കം. അച്ചടക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം വരും. എല്ലാവരുടെയും ദൈവം തമ്പുരാൻ എല്ലാവരുടെ അടുത്തും ഒരു ഭാഗ്യദേവത ഒരു ദിവസം ഇങ്ങനെ കടന്നു വരും. എല്ലാവരുടെ കയ്യിലും കുറച്ച് പണം എത്തിച്ചു തരും. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പരീക്ഷിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ കുറച്ച് പണം എത്തിയിട്ടുണ്ടാവും. ഈ പണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ റിച്ചായി മാറുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പടച്ച തമ്പുരാൻ നമുക്കൊരു പണം എത്തിച്ചു തരും നമ്മളെ കയ്യിൽ, ലോട്ടറിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ ഒരു തരത്തിൽ നമ്മളെ കയ്യിൽ കുറച്ച് പണം എത്തിച്ചു തരും. നമ്മളത് സംരംഭത്തിൽ ഉപയോഗിക്കുന്നു. ആ പണം നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ വിജയം. അതാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ലോകത്ത് ലോട്ടറി എടുത്തിട്ടുള്ള 2 പേരും ഇന്ന് ലോട്ടറി അടിച്ചിട്ടുള്ള 2 പേരും ആദ്യത്തിനേക്കാൾ ദരിദ്രന്മാരാണ്. ഏത് ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. വലിയ ലോട്ടറി എടുത്ത് വലിയ സംഖ്യ, വലിയ കോടികൾ അടിച്ചിട്ടുള്ള ആളുകളിൽ 2 പേരും ആദ്യമുള്ളതിനേക്കാൾ ദരിദ്രന്മാരായിട്ട് ജീവിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിലുള്ള സംരംഭകരോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും ലോട്ടറി എടുക്കരുത്. നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിവെക്കുക. നമ്മൾ സംരംഭകരാണ്. നമ്മുടെ ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സാണ്. അതിൽ നിന്ന് നമ്മൾ വിൻ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് എടുക്കും. ആ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ ജീവിക്കും. ആ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ സഹായിക്കും. വെറുതെ ഒരു പണിയും എടുക്കാതെ കുറച്ച് ക്യാഷ് കൊടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഒരു ഭാഗ്യത്തിന്റെ പേരിൽ അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷിന് ഒരു വിലയും ഉണ്ടാവില്ല, ഒരു നിലയും വിലയുണ്ടാവില്ല. ആദ്യത്തിനേക്കാൾ ദരിദ്രന്മാരായിട്ട് മാറും. അതുകൊണ്ട് ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഇതിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്യാഷ് നമുക്ക് ഉപകരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നില്ല. 2 പേരും ആദ്യത്തേതിനേക്കാൾ ദരിദ്രന്മാരാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സംരംഭകർ ലോട്ടറി എടുക്കാതിരിക്കുക. അതൊരു ഇമാജിനാണ്. നമ്മൾ ഇന്നൊരു ലോട്ടറി എടുക്കും, ഇന്ന് രാത്രി, നാളെ റിസൾട്ട് അറിയുന്നതാണ്. ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ടു നടക്കുകയാണ്. നമുക്ക് മറ്റൊന്നിനോടും ചിന്തയില്ല. എവിടെയാണോ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, എവിടെയാണോ നമുക്ക് സിമ്പിളായിട്ട് ക്യാഷ് കിട്ടാത്തത്, കടം കിട്ടാമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. കടം തരാൻ, എനിക്കിനി കടം കിട്ടാൻ ആരുമില്ല, എനിക്ക് എന്നെ സഹായിക്കാനും ഇനി ആരുമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഒരു ലോട്ടറി എടുത്ത് വെച്ച് പോക്കറ്റിൽ വെച്ച് നാളെ 10 ലക്ഷം അടിക്കും അല്ലെങ്കിൽ 1 കോടി അടിക്കുമെന്ന് സുന്ദരമായിട്ട് കിടന്നുറങ്ങി കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ തലയിൽ ഒരു ഇന്നോവേഷനും വരില്ല, ഒരു ചിന്തയും വരില്ല. നാളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടേണ്ട ചിന്തകളാണ് നമുക്ക് രാത്രിയിലൊക്കെ നമ്മൾ എപ്പോഴും ഒരു സംരംഭകന്റെ തലയിൽ വരുന്നത്. എങ്ങനെയാണ് നാളെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നാളെ എന്റെ ബിസിനസ്സിൽ എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അത് ചെയ്തു കൊടുത്താൽ എന്തൊക്കെ പ്രോഫിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യും. ഇതിന് പകരം ഒരു ലോട്ടറി എടുത്ത് വെക്കും. ഈ ലോട്ടറി എടുത്ത് വെച്ച് നമ്മുടെ തലയിൽ കൊണ്ടിട്ട് അത് നാളെ എനിക്ക് അടിച്ചാൽ എനിക്ക് ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാം. നോ, നമ്മളടുത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, സർവീസ് ഉണ്ട്. ഇത് വിറ്റ് ഇതിന് സർവീസ് കൊടുത്ത്, പ്ലീസ് മ്യൂട്ട്, ഇത് സർവീസ് കൊടുത്ത് ഇതിൽ നിന്ന് എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു, ആ പ്രോഫിറ്റ് ആണ് നമുക്ക് ഉപകരിക്കാൻ നല്ലത്. അതാണ് നമ്മുടെ ജീവിതത്തിന് നല്ലത്. അത് വെച്ചിട്ട് വേണം നമ്മൾ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരിക്കലും ലോട്ടറി എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾ പോകരുത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ എവിടൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പ്രയാസങ്ങൾ, വരുമാനത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒരുപാട് തരത്തിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യദേവത ഒരു ദിവസം എല്ലാ മനുഷ്യരിലൂടെയും ഒരു ദിവസം ഇങ്ങനെ പതുക്കെ കടന്നു വരും. എല്ലാവരിലെയും ഒന്ന് പതുക്കെ കടന്നു വരും, കുറച്ച് ക്യാഷ് തന്ന് സഹായിക്കുന്നു. ആ ക്യാഷ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുവോ, എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക, ആ ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ റിച്ചായി മാറുന്നത്. അത് മണ്ടത്തരത്തിന്റെ പേരിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ പരാജയപ്പെടും. എന്തെങ്കിലും മണ്ടത്തരത്തിന്, ബുദ്ധിയില്ലായ്മ കൊണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പരാജയപ്പെടും. ചിന്തിക്കാതെ എന്തെങ്കിലും ചെയ്താൽ പരാജയപ്പെടും. പഠിക്കാതെ എന്തെങ്കിലും ചെയ്താൽ പരാജയപ്പെടും. അറിയാത്തൊരു ബിസിനസ് ചെയ്താൽ
പരാജയപ്പെടും. കൂടുതൽ പ്രോഫിറ്റ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട്, അവിടെ ഞാൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അവർ ആ ക്യാഷും കൊണ്ട് മുങ്ങും. മലയാളികളെ ഏറ്റവും കൂടുതൽ സുന്ദരമായി പറ്റിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏകൊരു ജനത മലയാളികളാണ്. നമ്മളെ കിട്ടുന്ന ക്യാഷ് കൂടുതൽ പ്രോഫിറ്റ്. ഇന്ന് നിങ്ങൾക്ക് 1 ലക്ഷം തന്നാൽ 5000വും 10,000വും നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് 10,000 പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എന്ത് പറയും, നമ്മളെ വശീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആ ക്യാഷ് വാങ്ങിച്ചെടുക്കുന്നു. ആ ക്യാഷ് കൊണ്ട് അവർ മുങ്ങുന്നു. എങ്ങനെ ജനറേറ്റ് ചെയ്താലും എല്ലാ ഒഫക്സും നമ്മൾ മീറ്റ് ചെയ്ത് 2%, 3%, 5% പ്രോഫിറ്റ് മാത്രമാണ് നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതല്ലാത്ത കുറച്ച് ബിസിനസ്സുകൾ ഉണ്ടാവാം. അല്ലാത്തതൊക്കെ നമുക്ക് ഒരു ബാങ്കിൽ ആനുവലിൽ നമുക്ക് 7% എന്താ പറയാ 7% ആണ് നമുക്ക് ആനുവലിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതിനെ നമ്മൾ ബിസിനസ്സിലേക്ക് മാറ്റുമ്പോൾ 2, 3, 4, 5%. ഈ സമയത്താണ് 1 ലക്ഷം മേടിച്ചിട്ട് 10 ലക്ഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് 10,000 മേടിച്ചു കൊണ്ടുപോകുന്നത്. ഈ വാങ്ങിച്ചു കൊണ്ടുപോകുന്നവർക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. അവർ ഒരു മായാ ലോകത്തായിരിക്കും. അവർക്ക് ഒരാളടുത്ത് മേടിച്ചിട്ട് നമുക്കൊരു പ്രോഫിറ്റ് തരും, വേറൊരിടത്ത് മേടിച്ചിട്ട് നമുക്കൊരു പ്രോഫിറ്റ് തരും. ഒന്നിച്ചു മുങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ കേരളത്തിൽ ഒരുപാട് കേട്ടതാണ്. എന്നും 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 എങ്ങനെയും പറ്റിക്കാൻ പറ്റുന്ന ഒരു ജനസമൂഹമായിട്ട് അഭ്യസ്ത വിദ്യരായിട്ടുള്ള നമ്മുടെ മലയാളികൾ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. എത്ര തന്നെ കിട്ടിയാലും പഠിക്കില്ല, എത്ര തന്നെ കിട്ടിയാലും പഠിക്കില്ല. നമ്മുടെ ക്യാഷ് ഒരാളുടെ കയ്യിലും കടമായിട്ടോ പ്രോഫിറ്റിനായിട്ടോ ഒന്നും നിങ്ങൾ കൊണ്ടു കൊടുക്കണ്ട. നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടോ, ആ ഐഡിയയെ കുറിച്ച് പഠിക്കുക, ഐഡിയയെ കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തുക, അത് കൃത്യമായിട്ട് ബിസിനസ് ആക്കുക, കൃത്യമായിട്ട് അത് പ്രോഫിറ്റ് ആക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. മറ്റൊരാളെ ചെയ്യുമ്പോൾ കൃത്യമായ എഗ്രിമെന്റ് ഉണ്ടായിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മറ്റൊരാളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കൊടുത്ത ക്യാഷ് നഷ്ടപ്പെടാതെ പോവാനെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് അല്ല, 10,000വും 15,000വും ഒക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വാഗ്ദാനം ചെയ്ത് നിങ്ങളിലേക്ക് വരുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണം. ഇനി ചെറിയ പ്രോഫിറ്റിന് നിങ്ങൾക്ക് ക്യാഷ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ കൊടുത്ത ക്യാഷ്, നിങ്ങളൊരു 10 ലക്ഷം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളിൽ നിന്ന് ആ 10 ലക്ഷമെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ ക്യാഷ് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ക എഗ്രിമെന്റിലൂടെ വേണം ക്യാഷ് കൊടുക്കാൻ. ഏത് ബിസിനസ്സിൽ കൊടുക്കുമ്പോഴും അവരുടെ പ്രോഫിറ്റ് എന്താണ്, നിങ്ങൾ എന്താണ് ബിസിനസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്താണ് കിട്ടുക, ഇത് പഠിച്ചിട്ട് വേണം ഏതൊരാൾക്കും നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ, കുറച്ച് ഗോൾഡ് വാങ്ങിച്ചു വെച്ചോളൂ. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ആർക്കും 1 രൂപയും കൊണ്ടുകൊടുക്കരുത് എന്ന് വളരെ താഴ്മയോടുകൂടി പറയാണ്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമ്മളൊരു സ്ഥാപനം തുടങ്ങി 1 കോടിയോ 25 ലക്ഷമോ 50 ലക്ഷമോ കിട്ടും നമ്മളൊരു സ്ഥാപനം തുടങ്ങി. പതുക്കെ 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 നമ്മൾ റൺ ചെയ്യിക്കുന്നു ബിസിനസ്, അല്ലെ? പ്ലീസ് മ്യൂട്ട്, പ്ലീസ് മ്യൂട്ട്, പ്ലീസ് മ്യൂട്ട്. നമ്മൾ പതുക്കെ പതുക്കെ പ്ലീസ് മ്യൂട്ട്, പ്ലീസ് മ്യൂട്ട്. നമ്മൾ പതുക്കെ പതുക്കെ ബിസിനസ് റൺ ചെയ്തു കൊണ്ടുപോകുന്നു, അല്ലെ? പതുക്കെ പതുക്കെ റൺ ചെയ്ത് കൊണ്ടുപോകുന്നു. അതിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ പ്രോഫിറ്റ്, ജനിച്ച അന്ന് മുതൽ ഈ കുഞ്ഞ് നമുക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബിസിനസ് ജനിച്ച അന്ന് മുതൽ 100 രൂപക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ചു, 150 രൂപക്ക് വിറ്റു, 50 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ജനിച്ച അന്ന് മുതൽ ബിസിനസ് എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ നമുക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒഫക്സ് മീറ്റ് ചെയ്യാനുള്ളതല്ല, പ്രോഫിറ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ കുഞ്ഞിനെ നമുക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലൂടെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ 50 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്വീകരിച്ചു. 50 ലക്ഷം രൂപ നമ്മൾ ഇതിലേക്ക് കൊടുന്നു. ഈ ബിസിനസ്സിലേക്ക് 50 ലക്ഷം നമ്മൾ കൊടുന്നു. എന്നിട്ടോ നമുക്കൊരാവശ്യം വന്നു. എന്താ വേണ്ടത്? ഒരു കാറ് വേണം, ഒരു കാറ് വേണം. നമുക്ക് അതിയായ ആഗ്രഹമാണ്, ഒരു കാറ് വേണം, അല്ലേ? പിന്നെന്താ വേണ്ടത്? ഒരു ഓഫീസ് സെറ്റ് ചെയ്യണം, ഒരു ഓഫീസ് സെറ്റ് ചെയ്യണം. എവിടുന്നാ ക്യാഷ്? എവിടുന്നാ ക്യാഷ്? പിന്നെന്താ എന്തൊക്കെ ആഗ്രഹങ്ങളാ? ഒരു ലാൻഡ് മേടിക്കണം, അല്ലെ? ലാൻഡ് മേടിക്കണം, നമ്മൾ ആഗ്രഹങ്ങളാ. ലാൻഡ് മേടിക്കണം, കാറ് മേടിക്കണം, ഓഫീസ് ഒന്ന് സെറ്റ് ചെയ്യണം, ലാൻഡ് മേടിക്കണം, ഹൗസ്, വീട് എന്ത് ചെയ്യണം? ഒരു വീട് പണിയണം, അല്ലെ? ഹോം, ഒരു വീട് പണിയണം. പിന്നെന്താ വേണ്ടത്? ഇനി ഒരു ബൈക്ക് ആയിക്കോട്ടെ, ബൈക്ക്, അല്ലെ? ഒരു ബൈക്ക് മേടിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇതിനൊക്കെ ക്യാഷ് എവിടുന്നാ ക്യാഷ്? ഒരു കാറ് മേടിക്കാൻ ആഗ്രഹമുണ്ട്,
എന്താണ് ഒരു ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു ചെറിയ ശതമാനം EMI ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കാറ് വാങ്ങിക്കാം. ഇങ്ങനെ പതുക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ OPEX ഒക്കെ മീറ്റ് ചെയ്ത് ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് കിട്ടുന്നുണ്ടോ എന്ന് പോലും അറിയാതെ എങ്ങനെയാണ് ബിസിനസിന്റെ സ്റ്റെബിലിറ്റി? കൃത്യമായിട്ട് ഒരു സ്ഥാപനം ഉണ്ടാവുക, ആ സ്ഥാപനത്തിൽ കൃത്യമായി സ്റ്റോക്ക് ചെയ്യുക, ആ സ്റ്റോക്ക് കൃത്യമായി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുക, ഒരു ERP സോഫ്റ്റ്വെയറിലേക്ക് വരുത്തുക. നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും ഈ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി ബില്ലടിച്ച് പുറത്തേക്ക് വിറ്റ് അതിന്റെ പ്രോഫിറ്റ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. സ്റ്റോക്കും നമ്മുടെ സിസ്റ്റവും തമ്മിൽ ഒരു തരത്തിലും മിസ്മാച്ച് ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് മന്ത്ലി നമുക്ക് ലോസ് ഓഫ് പ്രോഫിറ്റില് നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ വിലയിരുത്തും. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെലവഴിക്കും. അല്ലെ? നെറ്റ് പ്രോഫിറ്റ് നമുക്കൊരു 10,000 രൂപ എല്ലാ ചെലവും കഴിച്ചിട്ട് 10,000 രൂപ കിട്ടണമെന്ന് വെക്കാം. ഈ 10,000-ൽ നിന്ന് ഒരു കാറ് നമ്മൾ വാങ്ങിച്ചു, ഒരു 5 ലക്ഷോ 10 ലക്ഷോ കൊടുത്ത് ഒരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് മന്ത്ലി ഒരു 3,000-ഓ 10,000-ഓ ഒക്കെ അടവ് വരുമ്പോൾ ഈ ബിസിനസ്സിൽ നിന്നെടുത്ത് അതിന്റെ പ്രോഫിറ്റ് എടുത്തിട്ട് ഇവിടെ 10,000 നമ്മൾ എന്ത് ചെയ്യും? EMI സെറ്റ് ചെയ്യും. ഇനി നമ്മുടെ ജീവിതത്തിനുള്ള, നമ്മുടെ കുടുംബത്തിനുള്ള ചെലവിനുള്ള ക്യാഷ് എവിടെ? ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറെ വെൻഡേഴ്സ് ഉണ്ടാവും, നമുക്ക് കുറെ കടം തരുന്ന ആളുകൾ ഉണ്ടാവും. അല്ലെ? നമ്മളെ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് കടം തരുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങൾ സാധനം കൊണ്ട് വെച്ചോളൂ, വിറ്റിട്ട് ക്യാഷ് തരുന്ന ആളുകൾ. അല്ലെ? നമുക്കൊരു സ്റ്റോക്ക് 1 കോടി രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 60-70 ലക്ഷം രൂപ കടമാണ്. സ്ഥാപനത്തിൽ നമുക്ക് 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട് എന്റെ സ്ഥാപനത്തിൽ. നമുക്ക് ക്രെഡിറ്റ് എത്ര വരുന്നത്? 30-35 ലക്ഷം രൂപ ക്രെഡിറ്റ് ആണ്. ഇങ്ങനെ പോയാൽ ഈ ബിസിനസ് അധികകാലം മുന്നോട്ട് പോവില്ല. ഒരു 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ 25 ലക്ഷത്തിന്റെ താഴെ 20 ലക്ഷം 15 ലക്ഷം 18 ലക്ഷമൊക്കെ വരെ നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കാം. 25 ലക്ഷം ക്രെഡിറ്റ് വന്നാൽ പോലും, നേരെ പകുതി ക്രെഡിറ്റ് വന്നാൽ പോലും അത് റെഡ് കളർ മാർക്ക് ചെയ്യണം. എങ്ങനെ? റെഡ് കളർ. അതിന്റെ അടിയിലേക്ക് ഒരു 20 ലക്ഷം നമുക്ക് ക്രെഡിറ്റ് ഉണ്ട്, നമുക്ക് 50 ലക്ഷം സ്റ്റോക്ക് ഉണ്ട്, 20 ലക്ഷമാണ് നമുക്ക് ക്രെഡിറ്റ് എങ്കിൽ നമ്മൾ അത് യെല്ലോ കളർ കൊണ്ട് മാർക്ക് ചെയ്യണം. യെല്ലോ കളർ കൊണ്ട്. ഇനി അതോ വീണ്ടും നമുക്ക് 50 ലക്ഷം സ്റ്റോക്ക് ഉണ്ട്, ഒരു 15 ലക്ഷം നമുക്ക് ക്രെഡിറ്റ് ഉള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ക്രെഡിറ്റ് ഉള്ളൂ. 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് നമുക്കുണ്ട്, നമുക്കത് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യപ്പെടണം. ഇവിടെ സംഭവിക്കുന്നത് എന്താ? അധികം ബിസിനസ്സുകാരുടെയും കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്താ? ഒക്കെ ഈ റെഡിന് മുകളിലാണ്. ഈ റെഡിന് മുകളിലാണ്. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? നമ്മളെ ബിസിനസ് സ്റ്റെബിലിറ്റി ആയിട്ട് നല്ല സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കുറയേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ ക്യാഷാണ്, ആ ക്യാഷ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ പലരും പഠിപ്പിക്കുന്നുണ്ട്. ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവരുടെ ക്യാഷ് ഇട്ട് ബിസിനസ് ചെയ്യുന്നത് ഒരു അടിപൊളി ബിസിനസ്സാണ്. പക്ഷേ അവരോട് തരുന്ന സ്റ്റോക്ക്, അവർ തരുന്ന 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ 50 ലക്ഷത്തിന്റെ സ്റ്റോക്കും നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തലേ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് അത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്, ഇനി ഒരു 40 ലക്ഷത്തിന്റെ ക്രെഡിറ്റ് ഉണ്ട്. ഈ 40 ലക്ഷത്തിന്റെ സ്റ്റോക്ക്, ഈ 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഇവിടെ സംഭവിക്കുന്നുണ്ടോന്നറിയോ? നിങ്ങൾക്കൊരു 30 ലക്ഷം ക്രെഡിറ്റ് ഉണ്ട്, സ്ഥാപനത്തിൽ 25 ലക്ഷത്തിന്റെ സ്റ്റോക്കേ കാണുന്നുള്ളൂ. 5 ലക്ഷത്തിന്റെ സ്റ്റോക്ക് നഷ്ടമാണ്. ഈ ക്യാഷ് എടുത്തിട്ട് നമ്മൾ കാർ വാങ്ങാൻ ഉപയോഗിച്ചു, ഓഫീസ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ചു, ലാൻഡ് വാങ്ങാൻ ഉപയോഗിച്ചു, വീട് റിനോവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചു. എങ്ങനെ? ഈ സ്റ്റോക്ക് എന്നുള്ള ക്രെഡിറ്റ്, ഇവിടെ ക്രെഡിറ്റ് നമുക്ക് ക്രെഡിറ്റ് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അധികമായിട്ട് പണമുണ്ട്, ഇത് എന്റെ പണമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. നമ്മൾ ക്യാപിറ്റൽ ഫണ്ടായിട്ട് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് നമ്മളൊരു 50 ലക്ഷം ഇട്ടിട്ട് നമ്മൾ ബിസിനസ് തുടങ്ങി. അന്ന് ആരും നമുക്ക് ക്രെഡിറ്റ് തരാനുണ്ടാവില്ല. പതുക്കെ ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബിസിനസ് ഒരു നല്ലൊരു അധികം പ്രൊഡക്റ്റുകളൊക്കെ വിറ്റ് പോകുന്നത് തോന്നുമ്പോൾ നമ്മളെ ക്രെഡിറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യും?
കുറച്ച് ക്രെഡിറ്റ് വെച്ച് തന്നു തുടങ്ങി വരും. ഇത് നമുക്കൊരു ബാഡ് ഹാബിറ്റ് ആയിട്ട് മാറും. സാധനം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, നമ്മൾ ഇവിടെ കൊടുന്നു വെക്കും, നമ്മളെ സ്ഥാപനത്തിൽ കൊടുന്നു വെക്കും. വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ അധികം വരുന്ന ഫണ്ട് 50 ലക്ഷത്തിന്റെ സ്റ്റോക്കാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടത്. പിന്നെ ക്രെഡിറ്റ് ഒരു 10 ലക്ഷം വന്നു, 20 ലക്ഷം വന്നു. അപ്പോ ഇവിടെ ഈ 20 ലക്ഷം പുറത്തേക്ക് തള്ളി നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഈ 20 ലക്ഷം എന്റേത് തന്നെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യും? തെറ്റിദ്ധരിക്കപ്പെടും. അത് നമ്മളെ ക്യാഷാണോ? ഒരു കോവിഡ് വന്നപ്പോൾ ഒത്തിരി പേര് ബിസിനസ് പറ്റേ പൂട്ടിപ്പോയി. എന്താ കാര്യം? 25 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് ഉണ്ടായപ്പോൾ 20 ലക്ഷം സ്റ്റോക്കേ ഉള്ളൂ. 25 ലക്ഷം ക്രെഡിറ്റ് ഉണ്ടായിരുന്നപ്പോൾ 20 ലക്ഷത്തിന്റെ സ്റ്റോക്കേ ഉള്ളൂ. 5 ലക്ഷം കടമാണ്. നമ്മൾ എപ്പോഴും ഒരു 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു 20 ലക്ഷം ക്രെഡിറ്റ് വരാൻ പാടുള്ളൂ. സേഫ് ആയിട്ട് നമുക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങണമെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്? സുന്ദരമായിട്ട് ഉറങ്ങാൻ, സുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാൻ, സുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാൻ, സമാധാനത്തോടു കൂടി ജീവിക്കാൻ. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ വിളിച്ച് റൈറ്റ് പറഞ്ഞു കൊടുക്കുന്ന, ആ പ്രൊഡക്റ്റിന്റെ വില പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് സമാധാനം കിട്ടുന്നില്ല. ഒന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ബിസിയാണ്. ബിസി മാൻ, ബിസിനസ് മാൻ അല്ല, ബിസി മാൻ. നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ, നമ്മളെ ബിസിനസ് നല്ല ഗ്രീനിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 ലക്ഷം ക്രെഡിറ്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു 20 ലക്ഷം ക്രെഡിറ്റ് നിർത്താം. ഒരു 25 ലക്ഷം വരെ നിങ്ങൾക്ക് ക്രെഡിറ്റ് നിർത്താം. ആ 25ലേക്ക് കടക്കുമ്പോൾ നമ്മൾ അവിടെ റെഡ് കളർ അവിടെ ചൂസ് ചെയ്യണം. റെഡ് കളർ 25ലേക്ക് എത്തുമ്പോൾ നേരെ പകുതി സ്റ്റോക്ക്. 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്, 25 ലക്ഷം ക്രെഡിറ്റ് ആണ്. 25 ലക്ഷത്തിന്റെ മേലേക്ക് ഓരോ രൂപ പൊങ്ങുമ്പോഴും റെഡ് കളർ മാർക്ക് ചെയ്യപ്പെടണം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. റെഡ് കളർ മാർക്ക് ചെയ്യപ്പെടണം. അതിന്റെ അടിയിലേക്ക് 50 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ ക്രെഡിറ്റിനേക്കാൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് യെല്ലോ കളറിൽ മാർക്ക് ചെയ്യപ്പെടണം. എങ്ങനെ? യെല്ലോ കളറിൽ മാർക്ക് ചെയ്യപ്പെടണം. 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്, ഒരു 15 ലക്ഷം നമുക്ക് ക്രെഡിറ്റ് ഉള്ളൂ. ധൈര്യമായിട്ട് നമുക്ക് ഗ്രീൻ കളറിൽ നമുക്ക് മാർക്ക് ചെയ്യപ്പെടാൻ പറ്റും. നമ്മൾ സ്ഥാപനം തുടങ്ങി ഒരു എക്സാമ്പിൾ കണക്കാണ് പറയുന്നത്. ഇതിൽ 50 ലക്ഷത്തിന്റെ 1 കോടിയുടെ 3 കോടിയുടെ ഒക്കെ ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാവാം. ഒരു കണക്ക് വെച്ച് ഞാൻ അങ്ങോട്ട് പറയാന്ന് മാത്രമല്ല. ഒരു 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സ്ഥാപനം തുടങ്ങി ഒരു കൊല്ലം നിങ്ങൾ മുന്നോട്ട് പോയി, നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ഒരു മാർജിനൊക്കെ കിട്ടി തുടങ്ങി, നിങ്ങളെ ഒപെക്സ് ഒക്കെ മീറ്റ് ചെയ്താൻ തുടങ്ങി, നിങ്ങളുടെ എല്ലാ എക്സ്പെൻസുകളും നിങ്ങൾ മീറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പതുക്കെ ക്രെഡിറ്റ് സൈഡ് ഇങ്ങനെ കൂടി വരും. ഈ കൂടുന്ന ക്യാഷ് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അടിച്ചു പൊളിച്ച് ജീവിക്കാൻ, അല്ലെ? ഒരു കാറ് അപ്പൊ തന്നെ പോയിട്ട് എനിക്ക് കുറച്ച് കാറ് കൂടുതൽ കിട്ടുന്നുണ്ട്, എനിക്ക് കുറച്ച് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും കാറുണ്ട്, ഞാനൊരു കാറ് വാങ്ങിക്കാം ഒരു EMI ക്ക്, അല്ലെ? ഒരു EMI ക്ക് ഒരു കാറ് വാങ്ങിക്കാം. ഈ ക്രെഡിറ്റേഴ്സ് എന്നുള്ള കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഇതിന് ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് EMI അടക്കുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ പ്രോഫിറ്റ് ഇവിടെ ബാലൻസ് വന്ന് നിൽക്കുന്നുണ്ടാവും. നമ്മള് എന്താണ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നോക്കാതെയാണ് ബിസിനസ് ചെയ്യുന്നത്. സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഒക്കെ വാങ്ങിച്ചു വെക്കും, അതിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും, അതിലേക്ക് പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്യും. അന്ന് ആകെ ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല. ഉദ്ഘാടനത്തിന്റെ തലേദിവസം പ്രൊഡക്റ്റ് ഒക്കെ കയറി അന്നൊക്കെ ആകെ ഷൂട്ട് ചെയ്യുന്നു, ആകെ ബാർകോഡൊക്കെ ഷൂട്ട് ചെയ്യുന്നു, വിൽക്കുന്നു, ഒക്കെ ചെയ്തു കൊടുക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ വൈക്കും പോവും, കമ്പ്യൂട്ടറിന്റെ വൈക്കും പോവും. സ്റ്റോക്കിന്റെ വൈക്കും പോവും, കമ്പ്യൂട്ടറിന്റെ വൈക്കും പോവും. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾക്ക് എന്താണോ പ്രോഫിറ്റ് കിട്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള സ്റ്റോക്കും നിങ്ങളുടെ സിസ്റ്റവും കറക്റ്റ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് നിങ്ങളെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരികയുള്ളൂ, നിങ്ങളെ ERP സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പറഞ്ഞു തരികയുള്ളൂ. ഒരു സ്റ്റോക്ക്, ഒരു ബ്രാൻഡഡ് സ്ഥാപനം, ഒരു വലിയ ബ്രാൻഡഡ് സ്ഥാപനം, അവരൊക്കെ ക്ലൗഡിലേക്കാണ് അവരുടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കുക. ക്ലൗഡുകളിലാണ്. അതായത് ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ബില്ല് ചെയ്യാൻ പറ്റില്ല. എന്റെ അറിവ് പ്രകാരം
ഇന്റർനെറ്റോ കറണ്ടോ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അന്ന് ബില്ല് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ ഷട്ടർ താത്തും. അന്ന് അവർ ബിസിനസ് ചെയ്യില്ല. ഇനി ബിസിനസ് ചെയ്താൽ തന്നെ ആ സ്റ്റോർ മാനേജറിന്റെ അവരുടെ 100% അവർ ഉത്തരവാദിത്തത്തിൽ അവിടെ എന്ത് നഷ്ടപ്പെട്ടാലും ആ മാനേജർ ആ ക്യാഷ് കമ്പനിക്ക് വെച്ച് കൊടുക്കണം. അത്ര റിസ്ക് ആണ്. നമ്മളെന്താ ചെയ്യാ? കറണ്ട് പോയി കഴിഞ്ഞാൽ, നെറ്റ് പോയി കഴിഞ്ഞാൽ പേപ്പറിലേക്ക് എഴുതും, ബാർകോഡ് എഴുതും, പേപ്പറിലേക്ക് എഴുതും, എഴുതിയിട്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഫീഡ് ചെയ്യും, അല്ലേ? അതിൽ എന്ത് തെറ്റി, എത്ര തെറ്റി? അങ്ങനെ ഓരോ തെറ്റലും നമ്മുടെ പ്രോഫിറ്റിനെ നമുക്ക് കൃത്യമായി കാണിച്ചു തരാതിരിക്കും. കൃത്യമായി കാണിച്ചു തരണമെങ്കിൽ നമ്മുടെ സ്റ്റോക്കും, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇന്ന് പല ആളുകളുടെയും സ്ഥാപനത്തിൽ അവരുടെ കൗണ്ടറുകളിൽ പോയി തിരയുകയാണ്. ഒരാളൊരു പ്രൊഡക്റ്റ് ചോദിക്കുകയാണ്. എക്സാമ്പിൾ, ഞാനൊരു മൊബൈൽ ഫോണും ലാപ്പും ടി വി ഒക്കെ വിൽക്കുന്ന ആളാണ്. എന്നോടൊരു മൊബൈൽ ഫോണിന്റെ ഒരു പൗച്ച്, ഒരു കവർ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബ്ലൂ കളർ കവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാ കൗണ്ടറും പോയി തരും. ബ്ലൂ കളർ ഉണ്ടോ? ഒരു iPhone 16 ഒരു കവർ എനിക്ക് തെരഞ്ഞു കിട്ടണം. എന്നാൽ അതല്ല ബിസിനസ്. ഒരു കവർ ചോദിച്ചാൽ നമ്മളെ സിസ്റ്റം നമുക്ക് പറഞ്ഞു തരണം. iPhone 16 ഒരു ബ്ലൂ കളർ പൗച്ച് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൽ അടിക്കും iPhone 16 ബ്ലൂ കളർ പൗച്ച്. അത് നമുക്ക് സിസ്റ്റം കാണിച്ചു തരും. നിങ്ങളുടെ അടുത്ത് ഇത്ര പീസ് സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് ബിസിനസ്. ഈ ബിസിനസ്സിലൂടെ വേണം പോകാൻ. ഈ ബിസിനസ്സിലൂടെ പോയാലാണ് നമുക്ക് പ്രോഫിറ്റ് എത്രയാണ് കിട്ടുന്നത് എന്ന് കൃത്യമായി നമ്മുടെ സിസ്റ്റം നമുക്ക് പറഞ്ഞു തരികയുള്ളൂ, നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു ഊഹിക്കലാണ്. ഇതെനിക്ക് ഇത്ര കിട്ടുന്നുണ്ട്, എനിക്കിന്ന് ഇത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ഉണ്ടായിരിക്കും എന്നുള്ള ചിന്തയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഫണ്ട് എടുത്തിട്ട് നമ്മൾ വീണ്ടും EMI അടച്ചുകൊണ്ടേയിരിക്കും, വീട് മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ലാൻഡ് വാങ്ങിക്കാൻ ഒരു സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ലാൻഡ് കിട്ടാനുണ്ട് തൊട്ട് വീടിന്റെ അടുത്ത്, അത് മറിച്ച് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്നുള്ള ഫണ്ട് എടുത്തുകൊണ്ട് ഞാൻ ഈ ലാൻഡ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ? ഈ സ്ഥാപനത്തിൽ നിന്നുള്ള ക്രെഡിറ്റ് ഇവിടെ കൂടി വന്നു, എനിക്ക് കുറച്ച് ക്യാഷ് പുറത്തേക്ക് തള്ളി തുടങ്ങി, കുറച്ച് ക്യാഷ് എന്റേതാണെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. ഇവിടെ ക്രെഡിറ്റ് കൂടുന്നിടത്തോളം ആ ക്യാഷ് നമ്മളതല്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്രെഡിറ്റ് കൂടുന്നിടത്തോളം കാലം ഈ പുറത്തേക്ക് തള്ളി വരുന്ന ക്യാഷ് നമ്മുടേതല്ല, ക്രെഡിറ്റേഴ്സിന്റെയാണ്. നാളെ എന്ത് സംഭവിച്ചാലും ഈ ക്യാഷ് അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് തെരഞ്ഞു വരും. മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ വീട്ടിലേക്ക് തെരഞ്ഞു വരും. ഇവിടെ ക്രെഡിറ്റ് കൂടുമ്പോ ഈ ക്യാഷ് പതുക്കെ പുറത്തേക്ക് തള്ളും. നമ്മൾ തെറ്റിദ്ധരിക്കും, ഇത് എന്റെ ക്യാഷാണ്, ഇതെടുത്തിട്ട് ലാൻഡ് മേടിക്കും, പെട്ടെന്ന് മറിച്ചു വിൽക്കാമെന്ന് കരുതിയിട്ട് വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം നമ്മൾ പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്ത ലാൻഡ് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ബിസിനസ്സിന് ശ്വാസം മുട്ടും. ഇത് മരിക്കും. ഇത് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാങ്ങിച്ചതിനേക്കാൾ വില കുറച്ച് കൊടുക്കേണ്ടി വരും. പിന്നെയോ നമുക്ക് തോന്നും നമ്മളെ വീടൊന്ന് മോഡിഫൈ ചെയ്യാമെന്ന് നമുക്ക് തോന്നും. എങ്ങനെ? ക്യാഷ് അധികം നമ്മളെ കയ്യിൽ കിട്ടുകയാണ്, വീടൊന്ന് പെയിന്റ് അടിക്കാം. എവിടുന്നാ ക്യാഷ് എടുക്കുക? ഇവിടെ നിർത്ത്. നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിർത്ത്, സ്ഥാപനത്തിൽ നിന്നുള്ള ക്യാഷ് എടുത്തിട്ട് വീടൊന്ന് പെയിന്റ് അടിക്കാം, വീടൊന്ന് ഇന്റീരിയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു വീട് വെക്കാം ഒക്കെ തോന്നുമ്പോഴും നമുക്ക് ജനിച്ച് വീണ അന്ന് മുതൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ക്യാഷ് പതുക്കെ വലിച്ചു തുടങ്ങും. ഇത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എത്ര ലക്ഷം രൂപയാണോ നമുക്ക് ആവശ്യത്തിന് ഈ സ്ഥാപനത്തിന് വേണ്ടത്, നമ്മുടെ സ്ഥാപനത്തിന് എത്ര ലക്ഷം രൂപയാണോ വേണ്ടത്, അത് അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് ഒരു സംരംഭകന്റെ പ്രധാനപ്പെട്ട കടമ. എത്ര ലക്ഷം രൂപയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ ബിസിനസ്സിൽ എത്ര ലക്ഷം രൂപയാണോ നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു കസ്റ്റമറും ഒരു വെൻഡേഴ്സും നമ്മളെ വിളിക്കാതെ പ്രയാസപ്പെടുത്താതെ അവർ പറയുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഫിനാൻസ്, ഒരു ക്യാഷ് നമ്മളെ കയ്യിലുള്ളത്, അത്രയും ക്യാഷ് നമ്മളോട് സൂക്ഷിക്കണം. ഇവിടെ ക്രെഡിറ്റ് കൂടി വരുമ്പോൾ റെഡ് മാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം, അതിന്റെ താഴേക്ക് വരുമ്പോൾ യെല്ലോ കളർ മാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇത് ശ്രദ്ധിക്കാതെ പോവുകയും സ്റ്റോക്ക് ഒന്നും ക്ലിയർ അല്ലാതെ നമുക്ക് എത്രയൊക്കെയോ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഊഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നത്. ഇതിങ്ങനെ നീങ്ങി 3, 4, 5 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മൾ വലിയ കടക്കാരനായി മാറിയിട്ടുണ്ടാവും.
ഈ ബിസിനസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോളിങ്ങിലൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പോഴൊന്നും ഈ വെൻഡേഴ്സ് നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന ആളുകൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയൊന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്കൊന്ന് സ്റ്റക്ക് ആയാൽ, ഒരു ദിവസം ഫണ്ട് ഇട്ട് കൊടുക്കാൻ സാധിക്കാതിരുന്നാൽ അവര് വിളിവരും, അവര് തെരഞ്ഞു വരും, അവര് നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കും. ഈ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കുന്നിടത്തോളം കാലം സുന്ദരമായിട്ട് കസ്റ്റമറെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്യാനോ നമ്മളെ എപ്പോഴും നമ്മൾ പുതിയ ഇന്നോവേഷൻ കണ്ടെത്താനോ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. കാരണം എന്താ? നമുക്ക് കൊടുക്കാനുള്ള ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമ്മുടെ ജീവിതം തൂക്കുകയറിൽ കിടന്ന് ആടാതെ, ഒരു കയറിൽ കെട്ടിത്തൂങ്ങി ആടാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇവിടെ കിട്ടുന്ന നമ്മളുടെ സ്ഥാപനത്തിലുള്ള ഒരു 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്. അതിൽ നമ്മൾ ഒരു വർഷം മുന്നോട്ട് പോയി പതുക്കെ ക്രെഡിറ്റേഴ്സ് വന്നു, അവർ ക്രെഡിറ്റ് തന്നു തുടങ്ങി. ഈ 50ന്റെ മേലേക്ക് 10 ലക്ഷം കൂടുതൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്യാഷ് എടുത്തിട്ട് ഒരു കാറ് വാങ്ങാൻ പോകും, ലാൻഡ് വാങ്ങാൻ പോകും, ഓഫീസ് മോഡിഫൈ ചെയ്യാൻ പോകും, വീടൊന്ന് മോഡിഫൈ ചെയ്യാൻ പോകും, പിന്നെന്താണ്, ബൈക്ക് വാങ്ങാൻ പോകും. പ്രോഫിറ്റ് എത്രയാണോ കിട്ടുന്നത്, ആ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ആ കിട്ടുന്നതിൽ നിന്ന് തന്നെ 10% 20% നിങ്ങൾ കൃത്യമായിട്ട് റീഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം എന്നാണ് ബിസിനസ് പറയുന്നത്. 1 ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, അതിൽ നിന്ന് 20,000 രൂപയെങ്കിലും മിനിമം നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഒരു 10,000 രൂപയെങ്കിലും നിങ്ങൾ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം, നമുക്ക് വീണ്ടും ഒരു വരുമാനം കണ്ടെത്താൻ. 60%, 60,000 രൂപ, 1,60,000 രൂപ വരെ നമ്മുടെ നെസസിറ്റി, നമ്മുടെ നിത്യ ചെലവുകൾക്ക് നമുക്ക് ഉപയോഗിക്കാം. 20% നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തീർക്കാൻ, ടൂർ പോകാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബാക്കി 20% നമ്മൾ റീഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റണം. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ, ഇത് നമ്മളെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, നമ്മുടെ ബിസിനസിന്റെ അടിത്തറയാണ് ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത്. നമുക്ക് കിട്ടുന്ന ക്യാഷ് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. അത് നമ്മൾ പാലിക്കാതെ, അതിൽ അച്ചടക്കം പാലിക്കാതെ, അത് ശ്രദ്ധിക്കാതെ, കിട്ടുന്ന പൈസയൊക്കെ എന്റേതാണ്, ഇതൊക്കെ എന്റേത് മാത്രമാണ്, ക്രെഡിറ്റേഴ്സിനെ നമ്മൾ മറക്കുന്നു. അവര് വരുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിർത്താം, നാളേക്ക് കൊടുക്കാം, മറ്റന്നാൾ കൊടുക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വായോ, അല്ലേ? നമ്മുടെ ബിസിനസ് വളരണമെങ്കിൽ നമ്മളെ ക്രെഡിറ്റേഴ്സിനെ സുന്ദരമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഇന്നിവിടെ ക്യാഷ് ഒന്നുമില്ല, അടുത്ത ആഴ്ച വായോ എന്ന് പറയും. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നത് ഏറ്റവും കൃത്യമായിട്ട് പണം അടക്കുന്നവർക്കാണ്. നമുക്ക് ക്രെഡിറ്റ് തന്നു, ക്രെഡിറ്റ് ഉണ്ടായിരിക്കാം, ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെ നമുക്ക് ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് വന്നാൽ ആദ്യം വിളിക്കും, ഇങ്ങനെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് വെക്കട്ടെ. എന്താ കാര്യം? നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഫണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ക്യാഷ് ഇല്ല, നിങ്ങൾ അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞാൽ അവരെ കയ്യിൽ ഏറ്റവും കൂടുതൽ നല്ല പ്രൊഡക്റ്റ്, പുതിയ ഒരു മോഡൽ വന്നാൽ പോലും നമുക്ക് അവർ തരില്ല. ആദ്യം കൃത്യമായി ഫണ്ട് കൊടുക്കുന്നവർക്കാണ് അവര് വിളിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് പതുക്കെ അടിയിലോട്ട് പോരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബിസിനസ്സിൽ പറയാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമ്മുടെ ബിൽഡിംഗ് ഓണറെ, നമ്മൾ റെന്റ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ഓണർക്ക് കൃത്യമായിട്ട് നമ്മൾ റെന്റ് കൊടുക്കണം, കൃത്യമായി നമ്മൾ സാലറി കൊടുക്കണം. എല്ലാ 1-ാം തീയതിയും നമ്മുടെ സ്റ്റാഫിന് സാലറി കൊടുക്കണം. നമുക്ക് പ്രൊഡക്റ്റ് ക്രെഡിറ്റ് തരുന്നവരെ കൃത്യമായിട്ട് അവർ പറയുന്ന ഡേറ്റിൽ അവർക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റണം, ക്യാഷ് ഇട്ട് കൊടുക്കാൻ പറ്റണം. അത് പറ്റിയാലാണ് നമ്മുടെ ബിസിനസ് വളരെ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ പതുക്കെ പരാജയത്തിലേക്ക് പോകും. നമുക്കൊരു ധാരണയാണ്, ക്രെഡിറ്റേഴ്സ് അല്ലേ, അവരങ്ങനെ കാത്തു നിന്നോളും, നമ്മുടെ വെൻഡേഴ്സ് അല്ലേ, നമ്മൾ പറഞ്ഞാൽ കാത്തു നിന്നോളൂ. നോ, ഒരിക്കലുമില്ല. നമ്മൾ കൃത്യമായി പേയ്മെന്റ് കൊടുത്താൽ നല്ല പ്രൊഡക്റ്റ് നമുക്ക് തരും, അടിപൊളി പ്രൊഡക്റ്റ് നമുക്ക് തരും, വേഗം കൊണ്ടുതരും, വിളിച്ചാൽ അപ്പം എത്തിച്ചു തരും. നമ്മളെ ഷോപ്പിൽ നന്നായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് കസ്റ്റമർക്ക് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കുക. ക്രെഡിറ്റ് എടുത്ത് ബിസിനസ് ചെയ്യരുത്. പരമാവധി നിങ്ങൾ ഗ്രീൻ ലെവലിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുന്ദരമായിട്ട് ഉറങ്ങണം, സുന്ദരമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം, സുന്ദരമായിട്ട് ജീവിക്കണം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ പ്രയാസപ്പെട്ട് ബിസിനസ് ചെയ്ത് എല്ലാ വെൻഡേഴ്സിന്റെ ആട്ടും തുപ്പും കേട്ട് എല്ലാ ചീത്തയും കേട്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് കെടുക്കുന്നിടത്ത് സൗകര്യമില്ലെങ്കിൽ ഇത് എന്തിനാ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഒരു ജോലിക്ക് നിന്നാൽ പോരെ, സുന്ദരമായിട്ട് 1,000 1,500 രൂപ കിട്ടിയ സുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാം.
പക്ഷെ ബിസിനസ്സുകാരന് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പേർക്ക് മാതൃകയും ഒക്കെ ആവേണ്ടവരാണ് ബിസിനസ്സുകാരൻ. പരിധിയില്ലാതെ സമ്പാദിക്കാൻ കഴിയുന്ന ആളുകളാണ് ബിസിനസ്സുകാരൻ. പരിധിയില്ലാതെ ഏത് ലെവലിലും എക്സ്ട്രീം ലെവലിൽ പറക്കാൻ ബിസിനസ്സുകാരന് പറ്റും. പക്ഷെ ഒരു ഡോക്ടർക്കും ഒരു എഞ്ചിനീയർക്കും ഒക്കെ പരിമിതികളുണ്ട്. നല്ല സാലറി കിട്ടിയാലും അവർക്ക് ജീവിക്കാനും സമയം ഒക്കെ പ്രയാസം. ബിസിനസ്സുകാരൻ അതല്ല. ബിസിനസ്സുകാരന് എത്രത്തോളം വരുമാനം വരുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് പാപ്പരായി കെട്ടിത്തൂങ്ങി മരിക്കാൻ വരെ സാഹചര്യം ഒരുക്കുന്നവരാണ് ബിസിനസ്സുകാരൻ. പെട്ടെന്ന് ഇല്ലാത്തവനാവാനും പെട്ടെന്ന് പണക്കാരനാവാനും സാധ്യതയുള്ളതാണ് ബിസിനസ്. അത് എവിടെയാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലാണ് നമ്മുടെ പ്രയാസം വരുന്നത്. നമുക്ക് പ്രശ്നം വരുന്നത് ഈ ഫണ്ട് നമ്മൾ വക മാറ്റി ചെലവഴിക്കുമ്പോൾ, നമ്മുടേതാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ. നമ്മൾ ഇവിടെ ഒരു 50 ലക്ഷം കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിന്. അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് വരും. അവിടുന്ന് 10 ലക്ഷത്തിന്റെ ക്രെഡിറ്റ് കിട്ടി. ഈ 50ൽ നിന്ന് ഒരു 10 60ആയി. ഈ 60 നമ്മളതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഈ ഫണ്ട് നമ്മൾ വലിക്കുന്നു, കാറ് മേടിക്കുന്നു, ബൈക്ക് മേടിക്കുന്നു, ലാൻഡ് മേടിക്കുന്നു, വീട് പണിയുന്നു. നമ്മളതല്ല ഈ ഫണ്ട്. 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് നമുക്കുണ്ട്, ക്രെഡിറ്റ് ഒന്നുമില്ല. അവിടുന്ന് ഒരു 55 ലക്ഷത്തിന്റെ ഒരു 5 ലക്ഷം പ്രോഫിറ്റ് കിട്ടി. നമുക്കിവിടെ ക്രെഡിറ്റ് ഒന്നുമില്ല. ആ 5 ലക്ഷം നമ്മളതാണ്. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചെലവഴിക്കാം. ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ വരില്ല. ഒരു പ്രയാസവും വരില്ല. ഇന്ന് ഇവിടെ ഈ ക്രെഡിറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് ഇന്ന് വരുന്നവനിക്ക് വേറൊരാളുടെ നിന്ന് വാങ്ങിച്ചിട്ട് കട അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് ആകെ റോളിംഗ് ആണ്. എവിടെ ചെന്ന് നിൽക്കും ഈ ബിസിനസ്? ബിസിനസ് വളരണമെങ്കിൽ കടമെടുക്കാതെ, ലോൺ എടുക്കാതെ, മറ്റാരും നമ്മളെ സഹായിക്കാനില്ലാതെ നമ്മൾ സ്വയം പടുത്തുയർത്തി ബിൽഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി ആരോടും നിവർന്നു നിന്നുകൊണ്ട് എന്തടാ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം. അതെന്താ? 1 രൂപ പോലും ക്രെഡിറ്റ് ഇല്ലാതെ ബിസിനസ് സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. എന്നാൽ ബിസിനസ്സിൽ നമുക്ക് ക്രെഡിറ്റ് എടുക്കേണ്ടി വരും. പലർക്കും ബിസിനസ് ക്രെഡിറ്റ് എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഗ്രീൻ ലെവലിൽ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എങ്ങനെ? 25 ലക്ഷം 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ടാവുമ്പോൾ നമുക്കൊരു 15 ലക്ഷം വരെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഒരു 20 ലക്ഷം വരെ നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോളൂ. 30 ലക്ഷം നമ്മുടെ ക്യാഷിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം അവിടെ ഇരിക്കുന്നത്. അപ്പോഴും ആ പ്രൊഡക്റ്റ് നമ്മൾ ഇനി എത്ര ക്രെഡിറ്റ് എടുത്താലും ആ ഒരാൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാണ്, എനിക്കൊരു 10 ഐഫോൺ തന്നു ഒരു കമ്പനി ക്രെഡിറ്റ്. ആ 10 ഐഫോണിൽ നിന്ന് ഞാൻ 5 വിറ്റു. 5 അവിടെ ഉണ്ട്. ഈ 5 10 ക്യാഷും കൊടുക്കാനുണ്ട്. 5 ക്യാഷ് എടുത്തിട്ട് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ ബൈക്ക് മേടിച്ചു, കാറ് മേടിച്ചു, ലോൺ മേടിച്ചു, വീട് മോഡിഫൈ ചെയ്തു. എങ്ങനെ ഉണ്ടാവും? ബിസിനസ് പരാജയപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ റോളിംഗ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മളെ അച്ചടക്കമില്ലായ്മ, നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് ജീവിക്കാതിരിക്കുക. 1 ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. 50,000 രൂപക്ക് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും. 75,000 രൂപക്ക് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് പോകും. ആ 1 ലക്ഷത്തിലാണ് നമ്മൾ ആ മാസം നമ്മൾ ഫുള്ള് നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞതെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന സ്റ്റെപ്പിൽ തന്നെ നിൽക്കും. വളരെ സിമ്പിൾ ആണ് ബിസിനസ്. കിട്ടുന്ന സംഖ്യയിൽ നമ്മൾ മുഴുവൻ 1 ലക്ഷം പ്രോഫിറ്റ് കിട്ടി. അതിൽ നിന്ന് 50,000 നമ്മൾ ചെലവഴിച്ചു. 50,000 നമ്മൾ റീഇൻവെസ്റ്റ്മെന്റിലേക്കോ സേവിംഗിലേക്കോ മാറ്റി വെച്ചാൽ ബിസിനസിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ് തുടങ്ങാൻ ഇവിടെ ഒരു 50 ലക്ഷം രൂപ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. 50 ലക്ഷം ഒരു എക്സാമ്പിൾ. ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് ഒരു 50 ലക്ഷം രൂപ റിസർവ് മണി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെ? ഈ ബിസിനസ് നഷ്ടപ്പെടാതിരിക്കാൻ 50 ലക്ഷം രൂപ നമുക്ക് വേറെ റിസർവ് മണി വേണം. റിസർവ് മണി എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ, എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബിസിനസിനെ അതിന്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രോഫിറ്റ് അങ്ങേ അറ്റം വരെ ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ, മാർക്കറ്റിങ്ങിനും മറ്റു എല്ലാ കാര്യങ്ങളും സാലറി കൊടുക്കാനും ഒക്കെ ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ ഒരു 50 ലക്ഷം കൂടി നമുക്ക് എന്ത് വേണം? റിസർവ് മണി വേണം ബിസിനസ്സിൽ. എത്ര പേർക്കുണ്ട് റിസർവ് മണി? ഒന്നും വേണ്ട, ഒരു 30 ലക്ഷമെങ്കിലും നിങ്ങൾക്ക് ഒരു റിസർവ് മണി കണ്ടെത്താൻ പറ്റുമോ?
ഒരു 30 ലക്ഷം, 50 ലക്ഷത്തിന്റെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 30 ലക്ഷം റിസർവ് മണി വേണമെന്നാണ് ബിസിനസ് പറയുന്നത്. ഇതിന് പകരം ഈ 50 ലക്ഷം തന്നെ ഫുൾ കടത്തിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ സ്റ്റഡി ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ബിസിനസ് നല്ല ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് റിസർവ് മണി അത്യാവശ്യമാണ്. എന്ത് അപകടം സംഭവിച്ചാലും ഇതിൽ നിന്നെടുത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നികത്താൻ കഴിയണം. ഒരാളെ മുന്നിൽ നമുക്ക് തല കുനിച്ച് നിൽക്കരുത് സംരംഭകർ. ഈ റിസർവ് മണി നമുക്ക് എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റും? ഈ റിസർവ് മണി നമുക്ക് ഗോൾഡാക്കി വെക്കാം. പക്ഷെ എന്താണ്, ലാൻഡ് ആക്കി വെക്കാൻ പറ്റില്ല. ഈ റിസർവ് മണി ലാൻഡ് ആക്കി വെക്കാൻ പറ്റില്ല. ഈ ലാൻഡ് നമുക്ക് നമ്മളൊരു പല ആളുകളും ബിസിനസ്സിൽ നമ്മളോട് പറയും, നിങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ, പെട്ടെന്ന് നിങ്ങൾ പണക്കാരനാവാം. ഒന്നും നടക്കില്ല. ഇന്ന് നമ്മൾ കുറച്ച് കാലഘട്ടം മുന്നേ നമ്മളൊരു അഡ്വാൻസ് കൊടുത്തൊരു സ്ഥലം വാങ്ങിച്ച് വേറെ ആൾക്ക് മറിച്ചു വെക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രജിസ്ട്രേഷനുള്ള ഫുള്ള് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കൊരു ലാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ റിസർവ് മണിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന അധിക പണം കൊണ്ട് നമ്മൾ ലാൻഡ് വാങ്ങിച്ചു, ഇവിടെ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഇത് മറിച്ച് വിൽക്കാമെന്ന് വിചാരിച്ചാൽ ഇത് വാങ്ങിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നേരെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണയം വെക്കും. ഇത് കൊണ്ടുപോയി പണയം വെച്ച് ഇതിന്റെ ഈ പ്രമാണം കൊണ്ടുപോയി പണയം വെച്ച് നമ്മൾ ക്യാഷ് മേടിച്ചിട്ട് ക്യാഷ് ഇവിടെ ഇടും. ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കണം, EMI ഒക്കെപ്പാടെ കൂടി ഇൻട്രസ്റ്റ്. ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പോലും തികയാത്ത രൂപത്തിലേക്ക് ഇതിന്റെ പ്രോഫിറ്റ് ചുരുങ്ങി വന്ന് നമ്മുടെ ബിസിനസ് ഇല്ലാണ്ടായി വരുന്നു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റിസർവ് മണി അത്യാവശ്യമാണ്. ഏത് ബിസിനസ് ചെയ്യണമെങ്കിലും റിസർവ് മണി അത്യാവശ്യമാണ്. റിസർവ് മണി ഉണ്ടല്ലോ ഒരു അപാര ധൈര്യമാണ് നമുക്ക്. എന്തൊരു ഇന്നോവേഷൻ കൊണ്ടുവരാനും എന്തൊരു പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനും നമുക്കൊരു ധൈര്യമാണ്. ഇവിടെ തന്നെ കടമെടുത്ത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു പേടിയാണ്. അടുത്ത മാസം എനിക്ക് എന്റെ പ്രോഫിറ്റ് എത്തില്ലെങ്കിലോ, അല്ലേ? നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ എക്സ്പെൻസ് ഒക്കെ പാടെ കൂടി ഒരു 50,000 രൂപ നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്ന് കൂട്ടുക. ചിറ്റം ചെറിയ ബിസിനസ് ഒരു 50,000 രൂപ സാലറി ഒക്കെ കൊടുത്ത് ബിസിനസ് വരണം. പക്ഷെ നിങ്ങൾക്ക് 40,000 രൂപയെ നിങ്ങൾക്ക് ആ മാസം പ്രോഫിറ്റ് ആയിട്ട് കിട്ടുള്ളെങ്കിൽ നിങ്ങളുടെ അസറ്റിൽ നിന്ന് 10,000 എടുത്തിട്ട് വേണം നിങ്ങൾ ആ ചെലവ് നികത്താൻ. നിങ്ങൾ അസറ്റിൽ നിന്ന് 10,000 കൂടി വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ആ ബിസിനസ് നികത്താൻ. പക്ഷേ ഈ 50,000 നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മന്ത്ലി എന്ത് ചെയ്യാണ്? മന്ത്ലി നമ്മൾ 60,000 ജനറേറ്റ് ചെയ്യാണ്. ഒരു മന്ത്ലി നമുക്ക് 60,000 രൂപ ജനറേറ്റ് ചെയ്താൽ 50,000 എക്സ്പെൻസ് കഴിച്ച് ബാക്കി 10,000 രൂപ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഈ 10,000 നിന്ന് വേണം നമ്മൾ ജീവിക്കാൻ, അല്ലേ? അത് ആ മാസം നമുക്ക് നമ്മളെ കൂടെ നിൽക്കുന്നവരെ സാലറി കൊടുക്കാൻ നമുക്ക് ക്യാഷ് തികഞ്ഞില്ല, അല്ലേ? 50,000 രൂപ ഒരു മന്ത്ലി നമുക്ക് ക്യാഷ് വേണം. സാലറി, നമ്മളെ ബിൽഡിംഗ് എന്താ പറയാ, റെന്റ് ഒക്കെ കൊടുക്കാൻ. അത് 40,000 രൂപ എത്തിയുള്ളൂ. 50,000 നമുക്ക് വേണം, 40,000 എത്തിയുള്ളൂ. എവിടെ നിർത്തുക? പിന്നെ 10,000 നമ്മൾ കൂട്ടിച്ചേർക്കുക നമ്മുടെ അസറ്റിൽ നിന്ന്, നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന്, നമ്മളെ ടോട്ടൽ അസറ്റിൽ നിന്ന്, ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ വീണ്ടും 10,000 എടുത്ത് വെച്ച് നമ്മൾ അവിടെ നികത്തും. നമ്മൾ എന്താ ചെയ്യുക? മുന്നോട്ടാണോ ബാക്കോട്ടാണോ പോകുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ പരാജയത്തിലേക്ക് പോകും. അടുത്ത വീട്ടുകാരൻ, അയൽവാസി, അല്ലെ? നെയ്ബർ ഒരു വീട് വെച്ചു, അല്ലെ? ഒരു വീട് വെച്ചു. അവൻ വലിയ വീട് വെച്ചാൽ നമുക്കൊരു വീട് മേടിക്കണം. തൊട്ട അയൽവാസി നമ്മളെന്താണ് ഒരു കാറ് മേടിച്ചു. നമുക്കും അതിനേക്കാൾ വലിയൊരു കാറ് വേണം, കാരണം ഞാൻ ബിസിനസ്സുകാരനാണ്, അല്ലേ? എന്തൊക്കെ അയൽവാസി ചെയ്യുന്നോ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം തോന്നൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ ഉയർന്നു പോകുമ്പോൾ നമുക്കും തോന്നും അവനൊരു കാറ് മേടിച്ചിട്ട് എനിക്കും വേണം ഒരു കാറ് മേടിക്കാൻ. മറ്റുള്ളവരെ കാണിക്കാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നാളെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മറ്റുള്ളവർ കാണാനല്ല, എനിക്ക് സുന്ദരമായി ഉറങ്ങാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എങ്കിൽ, സാക്രിഫൈസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ത്യജിക്കാൻ തയ്യാറാവുന്നതെങ്കിൽ സുന്ദരമായിട്ട് ഉറങ്ങാം. വീട് മുറ്റത്ത് വലിയൊരു കാറ് ഉണ്ടായിട്ട് സുന്ദരമായിട്ട് ഉറങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ കാറ് കൊണ്ടൊരു ഗുണവുമില്ല. വലിയൊരു വീടുണ്ട്, എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്നെ കടക്കാർ ബുദ്ധിമുട്ടിക്കുന്നു, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോഫിറ്റ് എടുത്തുകൊണ്ട് 60% നമ്മുടെ നിത്യജീവിതത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അത് ആ പ്രോഫിറ്റ് കൃത്യമാണ് എനിക്ക് കിട്ടുന്നത് എന്ന് നാം ഉറപ്പുവരുത്താൻ കഴിയണം.
ആ 40%, 60% എന്റെ പ്രോഫിറ്റ് തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ക്ലിയർ ആവണം, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കറക്റ്റ് ആവണം. അത് കറക്റ്റ് ആണ് നമ്മൾ ഊഹിച്ചാൽ പോരാ, നമുക്ക് സിസ്റ്റം പറഞ്ഞു തരണം. ഹൈ ടെക്നോളജിയുള്ള കാലഘട്ടമാണ്, AI കാലഘട്ടമാണ്. ഇന്നും നമ്മൾ ബുക്കിലും പേപ്പറിലും എഴുതി കൂട്ടിയും കൊണ്ടാണ്, ഊഹിച്ചും കൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. ന്യൂ ജനറേഷൻ ഇന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു ഓൺലൈനിലൂടെ. അവർ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നും പഴയ കാല ബിസിനസ്സുകാരനെ പോലെ ഒരു ഒരു എന്താ പറയുക, ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാതെ, ഒരു കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാതെ, ഒരു ഒരു ടെക്നോളജി ഉപയോഗിക്കാതെ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ വളരാനാ? അറ്റ്ലീസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് ഇന്ന് ഇത്ര രൂപ കിട്ടി എന്ന് ഊഹിക്കാതെ ഊഹിക്കാതെ അസ്യൂം ചെയ്യാതെ നമ്മളെ സിസ്റ്റം നമുക്ക് പറഞ്ഞു തരണം. 10,000 രൂപ നിനക്കിന്ന് ഞാൻ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എന്ന് നമ്മളെ സ്ഥാപനം നമ്മളോട് പറയാണ്. സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് ആ 10,000 നമുക്ക് എടുക്കാം. 1,00,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, എക്സാമ്പിൾ ആണ്. 1 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, 1,00,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. അതിൽ നിന്ന് 10,000 രൂപ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എന്ന് സിസ്റ്റം നമ്മുടെ സ്ഥാപനം നമ്മളോട് പറഞ്ഞു സത്യസന്ധമായിട്ട്. ആ 10,000 നമുക്ക് എടുക്കാം. ആ 10,000 എടുത്താൽ തന്നെ അതിൽ നിന്ന് 6,000 രൂപ മാത്രമാണ് 6,000 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമുള്ളത്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്നത് 6,000 രൂപ. 20,000 രൂപ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹങ്ങൾക്ക് എന്നും നമ്മൾ കുടുങ്ങി ജീവിക്കേണ്ടവരല്ല. നൂൽപുട്ട് പരുവേ നമ്മൾ കെട്ടിക്കുടുങ്ങി ജീവിക്കേണ്ടവരല്ല. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, ടൂറ് പോകണം, മറ്റുള്ള കാര്യങ്ങളുണ്ട്, വീട്ടുകാരായിട്ട് ആഹ്ലാദിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ 20%, 20,000 രൂപ 10,000 കിട്ടിയ ബാക്കി 2,000 രൂപ നമ്മൾ 2,000 രൂപ മാറ്റി വെക്കേണ്ടതുണ്ട്. അടുത്ത 2,000 നമ്മൾ എന്ത് ചെയ്യണം? റീഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കണം. അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഒരു ഗോൾഡ് വാങ്ങിച്ചു വെച്ചോളൂ. ഒരു ഗോൾഡ് വാങ്ങിച്ചു വെച്ചോളൂ. ഒരു ബിസിനസ്സും നമുക്ക് കാണുന്നില്ല പുറത്ത്, വേറൊന്നും നമുക്ക് വിശ്വസിച്ചപ്പെട്ട് എവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു പവന്റെ ഒരു ഗോൾഡ് കോയിൻ വാങ്ങിച്ചു വെക്കൂ. അത് നമ്മുടെ ഒരു എന്താ പറയാ, അത് നമ്മുടെ ഒരു അസറ്റ് ആയിട്ട് മാറും, അത് നമ്മുടെ ഒരു റിസർവ് മണി ആയിട്ട് മാറും. പക്ഷെ ലാൻഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതൊരു നിശ്ചിത സമയത്തിൽ വിറ്റ് പോയിട്ടില്ലെങ്കിൽ അത് ലയബിലിറ്റീസ് ആണ്. ഒരു വീട് നമുക്ക് ലയബിലിറ്റീസ് ആണ്, കാറ് നമുക്ക് ലയബിലിറ്റീസ് ആണ്. ഒരു ലാൻഡ് നിശ്ചിത സമയത്ത് വിറ്റ് പോയില്ലെങ്കിൽ നമ്മുടെ അസറ്റ് അല്ല, അത് ലയബിലിറ്റീസ് ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. ലാൻഡ് നമുക്ക് വാങ്ങിക്കാം, അമിതമായ ഫണ്ട്, അധികമായ ഫണ്ട് നമ്മളെ കയ്യിലുണ്ട്, ഒരുപാട് പ്രോഫിറ്റ് വന്നു, അതൊക്കെ എന്റെ സ്റ്റോക്ക് ഒക്കെ ക്ലിയർ ആണ്, ഞാൻ അധികം പേർക്ക് കടമൊന്നും കൊടുക്കാനില്ല, എന്റെ അടുത്ത് ഒരുപാട് ലക്ഷങ്ങൾ ഇനിയും ബാലൻസ് ഉണ്ട്. നിങ്ങൾ ലാൻഡ് വാങ്ങിയിട്ടോളൂ, നോ പ്രോബ്ലം. വിൽക്കാനായിട്ടോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് വിറ്റിട്ട് കടം തീർക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലാൻഡ് വാങ്ങിച്ചിട്ട് കാര്യമില്ല. മറിച്ച് വെക്കുമ്പോൾ നമുക്ക് വില കിട്ടും, പക്ഷെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ആ ലാൻഡ് വെക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു ഗോൾഡ് ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു അക്കൗണ്ട് വാങ്ങിച്ച അക്കൗണ്ടിൽ ഒരു ഫിക്സഡ് നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആക്കി മാറ്റിയിടണം. അപ്പൊ പറഞ്ഞു വന്നത് കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ, നമുക്ക് എത്രയാണോ വരുമാനം വരുന്നത്, നാട്ടുകാരെ കാണിക്കാനോ, വീട്ടുകാരെ കാണിക്കാനോ, സുഹൃത്തുക്കളെ കാണിക്കാനോ, അയൽവാസികളെ കാണിക്കാനോ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടാൽ അതിന്റെ വലിയ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ സുന്ദരമായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ മതിന്നേ. ഒരാളായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ, വീട്ടിലൊന്നും ഒരു പ്രയാസവും ഇല്ലാതെ, സുന്ദരമായിട്ട് സമാധാനമായിട്ട്, ഒരാൾക്ക് ഒന്നും കൊടുക്കാനില്ലാതെ, ഒരു കടം പോലും ഇല്ലാതെ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്, അത്ര സുന്ദരമായിട്ടൊരു ബിസിനസ് വേറെ ഇല്ല, സുന്ദരമായൊരു കാര്യം വേറെ ഇല്ല. ബിസിനസ് നമുക്ക് ചെയ്യണം, പക്ഷെ മറ്റുള്ളവർക്ക് ഒരുപാട് കടങ്ങളാക്കി മാറ്റി, കുറെ ലോൺ എടുത്ത്, കുറെ ഓടിയെടുത്ത്, അതൊക്കെ നമ്മുടെ തലയിൽ തൂങ്ങിക്കിടന്ന്, ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ നമ്മുടെ തലമുറക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ മക്കളെ നന്നായി വളർത്താനും അവർക്കൊരു അസറ്റാക്കി ഉണ്ടാക്കി കൊടുക്കാനൊക്കെയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഈ സമയത്ത് ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ തലയിൽ ലക്ഷങ്ങളുടെ കടം നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. എങ്ങനെ? നമ്മുടെ വീട്ടിൽ ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് ലോൺ എടുക്കാനും ഓടിയെടുക്കാനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ
നമ്മുടെ കുട്ടിയുടെ തലയുടെ മുകളിൽ പോലും ആ ഒരു 10ഉം 12ഉം 8ഉം 9ഉം 7ഉം വയസ്സുള്ള കുട്ടിയുടെ തലയിൽ പോലും വലിയൊരു കടം വന്ന് വീഴുകയാണ്. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുട്ടികളുടെ തലയിൽ ഒരു തരത്തിലുള്ള കടവും ഒരു തരത്തിലുള്ള ക്രെഡിറ്റും വന്നു വീഴരുത്. ഒരു സംരംഭകൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കടമെടുക്കാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ബിസിനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികളുടെ തലയിൽ ആ കടം വന്ന് വീഴരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ കടമെടുക്കും, ലോൺ എടുക്കും. കടമെടുക്കാതെ ലോൺ എടുക്കാതെ എങ്ങനെയാണോ ബിസിനസ് ചെയ്യുക, എനിക്ക് പച്ചത്തെറി കേട്ടതാണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു പ്രശ്നവുമില്ല, എന്ത് തെറി ആർക്കും പറയാം. പക്ഷേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, ഇന്ന് ജനിച്ചു വീണ കുട്ടിയുടെ തലയിൽ പോലും വലിയ തരത്തിലുള്ള കടം വന്ന് ഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകും. നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ തലയിലാണ് ആ കടങ്ങളൊക്കെ വന്ന് വീഴുന്നത്. കൊടുക്കാനുള്ളവർ ഒരു തരത്തിലും വിടില്ല. നമ്മുടെ വീട് വിറ്റിട്ടോ സ്ഥലം വിറ്റിട്ടോ എന്തൊക്കെയുള്ള എല്ലാ അസറ്റും വിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോ ബിസിനസ്സുകാരനും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ ശ്രദ്ധിച്ച് മുന്നേറുക, ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് ജീവിക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു കാർ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതിന് നിങ്ങൾ വലിയ വിലയുള്ള കാർ എടുക്കാതെ ഒരു ചെറിയ വിലക്ക് നമ്മൾക്ക് ഒതുങ്ങുന്ന ഒരു കാർ നിങ്ങൾക്ക് വാങ്ങിക്കാം. ആളുകളെ കാണിക്കാൻ വേണ്ടി വലിയൊരു കാർ എടുത്താൽ ആളുകൾ കാണും. നമ്മളിവിടെ ഉറങ്ങാൻ പ്രയാസപ്പെടും, വീട്ടിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കുക, പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ പഠിപ്പിക്കും, നമുക്ക് പഠിക്കാം. പ്രോഫിറ്റ് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം, എങ്ങനെയാണ് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, എങ്ങനെയൊക്കെയാണ് സ്റ്റേബിൾ ആയിട്ട് ബിസിനസ് കൊണ്ടുപോയാൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം, എങ്ങനെ സുന്ദരമായിട്ട് ജീവിക്കാം. മറ്റുള്ളവരെ കാണിക്കാനല്ല. നമുക്ക് നമ്മളോടാണ് കടപ്പാട്. ഏറ്റവും വേണ്ടത് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മൾ ചെയ്യുന്നതിലൊക്കെ ഒരു സംതൃപ്തി നമ്മൾക്ക് ഉണ്ടാകുക. നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ മറ്റുള്ളവർ കാണാനല്ല, നമുക്കൊരു സംതൃപ്തി വേണം. ഞാൻ രാവിലെ നടക്കുന്നു, ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യുന്നു, ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, ഞാൻ മറ്റെന്തെങ്കിലും ജോഗിങ്ങിന് പോകുന്നു. നമ്മുടെ ശരീരത്തിനോടാണ് നമുക്ക് കടപ്പാട്. ഞാൻ കുറച്ച് ഫുഡേ കഴിക്കുന്നുള്ളൂ, അമിതമായി ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിനോട് കടപ്പാട്. എന്റെ വീട്ടിൽ സമാധാനം അന്തരീക്ഷം ഉണ്ടാക്കലേ, ഒരു സമാധാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചാൽ എനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല, എനിക്ക് എന്നിലുള്ള കടപ്പാടാണ്. ആ കടപ്പാടാണ് ഞാൻ തീർക്കുന്നത്. നാലാളെ മുന്നിൽ കള്ളും കഞ്ചാവും മയക്കുമരുന്നും വിറ്റിട്ട് എനിക്ക് പണക്കാരനാവണ്ട. നല്ല രീതിയിൽ ഒരാളെയും പറ്റിക്കാതെ, ഒരാളെയും വഞ്ചിക്കാതെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് സുന്ദരമായിട്ട് ഞാൻ ജീവിക്കും. ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും, ഇല്ലെങ്കിൽ സുന്ദരമായിട്ട് ഞാൻ ജീവിക്കും. ഇത് നമ്മളോടുള്ള കടപ്പാടാണ്. ഒരു സംരംഭകൻ എന്നുള്ള നിലക്ക് നമ്മളോടുള്ള കടപ്പാടാണ്. മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുവോ, മറ്റുള്ളവർ കാണാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുവോ, നിങ്ങൾ വലിയ 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 അപകടത്തിലേക്ക് ചെന്ന് ചാടും. നാളെ ഒന്നുമില്ലാത്തവനായി മാറും. ഒരു കോട്ടേഴ്സിൽ വാടകയ്ക്കെടുത്ത് സ്വന്തം കിടപ്പാട് അറിയാലോ. നമ്മൾ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ വീടിന്റെ ആധാരം പ്രമാണമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഒരു ബാങ്കിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിയാത്ത, കണ്ണ് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ അക്ഷരത്തിൽ ഇത്ര അട്ടി പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇരിക്കുന്ന സ്വത്തും നമുക്കിനി എവിടെന്നെങ്കിലും ഭാഗിച്ച് കിട്ടാനുണ്ടെങ്കിൽ ആ സ്വത്തിന്റെ വരെ അവകാശം ബാങ്കിന് കൊടുത്തിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്ന കാര്യം നിങ്ങൾ ഓർമ്മ വേണം. നിങ്ങൾ കൊണ്ടു കൊടുക്കുക, എന്റെ അവിടെ ഒരു സ്ഥലം കിടക്കുന്നുണ്ട്, അതിന്മേൽ ഞാൻ ഒരു ലോൺ എടുക്കുന്നല്ലേ. അങ്ങനെയല്ല, ആ ലോൺ നിങ്ങൾ കിടക്കുന്ന കിടപ്പാടത്തിൽ പോലും അറ്റാച്ച്ഡ് ആണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വല്ല അവകാശങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതുവരെ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് നമുക്കൊരു ലോണോ എന്തും പാസ്സാവുന്നത്. കാര്യം നമ്മൾ എന്താ പറയാ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും നമുക്ക് വായിക്കാൻ കഴിയില്ല. നമ്മൾ വായിക്കുന്നേ ഇല്ല. അത് കൃത്യമായി വായിച്ചു നോക്കിയാൽ നമ്മൾ ലോണിന്റെ 7 അയലത്ത് പോലും നമ്മൾ പോവില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി
കുട്ടികളുടെ വിവാഹം നടത്താൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കുന്നു, വലിയ വിവാഹങ്ങൾ നടത്തുന്നു. ആ വിവാഹം നടത്താൻ വേണ്ടി നമ്മൾ വലിയ ലോൺ എടുത്തുകൊണ്ട് വിവാഹം നടത്തുന്നു. വലിയൊരു വീട് വെക്കാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കുന്നു. ഇതിൽ പരം മണ്ടത്തരം, ഇതിൽ പരം മണ്ടത്തരം വേറെ ഒന്നുമില്ല. കാര്യം നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ നാളെ സുന്ദരമായിട്ട് ജീവിക്കുമെന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. പിറന്നു വീഴുന്ന കുട്ടിയുടെ തലയിൽ പോലും നിങ്ങൾ മാരകമായ ലോണ്, മാരകമായ ക്രെഡിറ്റ് തലയിൽ കയറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നത്. നമ്മൾ ഉണ്ടാവുന്ന സമയത്ത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, നമ്മൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ലോൺ എടുത്താലും ഒക്കെ. പക്ഷെ നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കിതൊന്നും തിരിച്ചു കൊടുക്കാനോ, ഈ പാവപ്പെട്ട ഈ കുട്ടികൾക്ക് ബിസിനസ് എന്താണെന്ന് അറിയാത്ത ഭാര്യക്ക്, ബിസിനസ് എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്ക്, ബിസിനസ് എന്താ അറിയാത്ത അനിയന്, ബിസിനസ് എന്താണെന്ന് അറിയാത്ത ഉപ്പാക്ക്, അച്ഛന്, അമ്മക്ക് നമ്മൾ വലിയ കടം തലയിലേറ്റി വെച്ച് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾ ക്രെഡിറ്റ് എടുക്കുമ്പോൾ പോലും നിങ്ങൾ ഒരു ഗ്രീനിലേക്ക് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. 50 ലക്ഷത്തിന്റെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ 20 ലക്ഷമെങ്കിലും, 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ 20 ലക്ഷമെങ്കിലും ക്രെഡിറ്റുമ്പോൾ നിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. അതിന്റെ മേലേക്ക് പോകരുത്. അവിടെ നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ വരക്കാം. അതിന്റെ മേലേക്ക് പോകുമ്പോൾ 50ന്റെ 25 ലക്ഷത്തിലേക്കാണ് നിങ്ങൾ ക്രെഡിറ്റ് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ റെഡ് വരക്കാൻ മറക്കരുത്. എങ്ങനെ? അവിടെ റെഡ് വരക്കാൻ മറക്കരുത്. 50 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്, 25 ലക്ഷത്തിന്റെ ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവിടുന്ന് മേലേക്ക് പോകുന്ന ഓരോ രൂപയും ആ റെഡ് കളറിലൂടെ വേണം കടന്നു പോകാൻ. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമ്മുടെ ജീവിതം ഒരു ഒരു തൂക്ക് കയറിൽ തൂങ്ങി ആടാതിരിക്കാൻ എന്നെ ശ്രവിക്കുന്നവരും എന്നെ കേൾക്കുന്നവരും നിങ്ങൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ കാണാൻ ഒന്നും ചെയ്യരുത്, മറ്റുള്ളവരെ കാണിക്കാൻ ഒന്നും ചെയ്യരുത്. നമ്മൾ എവിടെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, സുന്ദരമായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയണം. നമ്മൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനത്തോടെ നമുക്ക് ഉറങ്ങാൻ കഴിയണം. നമ്മൾ എവിടെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, സുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ എവിടെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് ആരും തിരഞ്ഞു വരാൻ സാധിക്കരുത്. അങ്ങനത്തെ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. ഇതാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് ജീവിക്കുക. നമ്മുടെ ടൈം ഏകദേശം ഫിനിഷ് ആവാറായി. ഇന്ന് 1 മണിക്കൂറിൽ കറക്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യാണ്. അടുത്ത ക്ലാസ് നമുക്ക് വേറെ ദിവസം വെക്കാം. ഇനി ഇവിടെ നിന്നൊക്കെ നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കാം. പ്രോഫിറ്റ് ആണ് നമ്മുടെ രാജാവ്. പ്രോഫിറ്റ് ഇല്ലാത്ത ടേൺ ഓവർ അല്ല. ഒരാളും എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരാളും ടേൺ ഓവറിനെ നോക്കി നിങ്ങൾ ബിസിനസ് ചെയ്യരുത്. പ്രോഫിറ്റ് നോക്കി നിങ്ങൾ ബിസിനസ് ചെയ്യുക. പ്രോഫിറ്റ് എത്ര ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ കിങ്. പ്രോഫിറ്റ് ആരാണോ കൊണ്ടുതരുന്നത് ആ കസ്റ്റമർ ആണ് കിങ്. നമുക്ക് ആരാണോ പ്രോഫിറ്റ് തരുന്നത് അവരാണ് കിങ്. പ്രോഫിറ്റ് തരാത്ത ഒരാളും നമ്മുടെ മുന്നിൽ ഒന്നുമല്ല. നമുക്ക് പ്രോഫിറ്റ് കൊണ്ടുതരാത്ത ഒരു കസ്റ്റമറും നമുക്ക് ഒന്നുമല്ല. നമുക്ക് പ്രോഫിറ്റ് തരുന്ന, നമുക്ക് ആരാണോ പ്രോഫിറ്റ് തരുന്നത് അവരാണ് നമ്മുടെ രാജാക്കന്മാർ, അവരാണ് നമ്മുടെ രാജാവ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് നോക്കി നിങ്ങൾ ബിസിനസ് ചെയ്യുക. ഇവിടെ നിന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇതുപോലെ തന്നെ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയും. എങ്ങനെയൊക്കെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ ഷെബിന? യെസ്, താങ്ക് യു സോ മച്ച്. നല്ല എനർജി. മാത്രമല്ല എനിക്ക് സാറിന്റെ ഇന്നത്തെ സെഷനിൽ നിന്ന് കൂടുതൽ ഹേർട്ട് ടച്ചിങ് ആയത് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ, അതായത് നാട്ടുകാരെയും വീട്ടുകാരെയും പല ആചാരങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളുടെ പ്രൗഢി മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് പുറത്തുനിന്ന് എടുത്തിട്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനൊരു കൗൺസിലർ കൂടെയാണ്. അപ്പൊ അവരുടെ ആ പെയിന്റ് പിന്നെ അനുഭവിക്കുന്ന അവരുടെ കുട്ടികൾക്കാണ്. അവരുടെ കുട്ടികൾക്ക് അനുഭവിക്കുന്ന ട്രോമകൾ അവർക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് നമ്മളുടെ ലൈഫും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മക്കൾക്ക് വരുന്ന, നമ്മൾ ജീവിച്ചൊരു ശൈലിയല്ല ഇപ്പത്തെ ജനറേഷൻ ജീവിക്കുന്നത്. അവർ തിരിച്ച് ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ ശരിക്കും ഇന്നത്തെ സെഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, മോട്ടിവേഷൻ എന്നുള്ളത് നമുക്ക് വേണ്ട, നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലും ബിസിനസ് ഓണറിന് എപ്പോഴും വേണ്ടത് നമ്മുടെ കുടുംബവും നമ്മുടെ സൊസൈറ്റിക്കും വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. സാറിന്റെ ക്ലാസ്സുകളിലൊക്കെ തന്നെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ഫാമിലിയെ വിട്ട ഒരു കളിയും തീർച്ചയായിട്ടും സാറ് പറയാറില്ല. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലെ ആരെങ്കിലും ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ അവർ കൂടുതലായിട്ട് വൈഫാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ ഞങ്ങൾക്ക് തന്നതിന് ഞാൻ
പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഇനിയും വേണം നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ. കാരണം നമ്മൾ കേട്ടറിഞ്ഞതോ കണ്ടറിഞ്ഞതോ അല്ല, തിരിച്ചറിവുകളാണ് കൂടുതൽ നമുക്ക് വേണ്ടത്. എസ്പെഷ്യലി ഈ ഓടുന്ന ഏറ്റവും സ്പീഡിൽ ഓടുന്ന ഈ കാലഘട്ടത്തിൽ സാറിന്റെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്കൊരു 1 മണിക്കൂറിൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമ്മളുടെ പ്രോഗ്രാമിന്റെ ഭാഗമായി വന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഷാഫി സാറിന്, കുടുംബത്തിനും ബിസിനസ്സിലും എല്ലാവിധ സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പത്തും സ്നേഹവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഷാഫി സാറിന്റെ സാഹ്ജി ടീമിന്റെ ഭാഗമായിട്ടും നമ്മൾ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഭാഗമായിട്ടും ഞാൻ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇനി ഉണ്ടായിരിക്കും. നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും വിലപ്പെട്ട ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ അത് പറയാവുന്നതേ ഉള്ളൂ. ഇനി വരുന്ന സെഷൻ എത്രത്തോളം പവർഫുൾ ആയിട്ട് ഞങ്ങൾ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം കൂടെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷിബിന, താങ്ക് യു വെരി മച്ച്.